ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു സനാമാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നേ. കുക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ ഇതുവരെ ആയിട്ടില്ല. എന്നാലും മനസ്സിനൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും ഇങ്ങനൊരു കാലഘട്ടത്തിൽ കൂടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇത്രയും വയസ്സിനിടയ്ക്ക്, നമ്മുടെ ഇത്ര ഏജിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ നമ്മൾ പോയിട്ടില്ല അല്ലെ. ശരിക്കും നമ്മളെല്ലാവരും ശരിക്കും പാനിക് എന്ന് പറയത്തില്ല, ഭയപ്പെട്ട് ജീവിക്കുക. മനസ്സുകൊണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരു ഭയത്തിൽ കുടുങ്ങിയിരിക്കുക. ആ ഒരു ഭയത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ, നമ്മുടെ മനസ്സിനെ തിരിച്ച് കിട്ടാൻ, തിരിച്ചു പിടിക്കാൻ നമുക്കെല്ലാവർക്കും ആകട്ടെ എന്ന് ഓരോരുത്തരും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രിക്കോഷൻസ് നമ്മൾ തന്നെ സ്വയം എടുക്കുക. എല്ലാത്തിനോടും മാക്സിമം നമ്മൾ കോഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ ഇന്ന് വീട്ടിൽ ഉച്ചയ്ക്ക് നമ്മൾ സാധാരണ റംസാനൊന്നും വെക്കാറില്ല. ഇന്ന് ഉച്ചയ്ക്ക് വെച്ച 1-2 ഐറ്റംസ് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരു ഫുഡിൻ്റെ ഒരു കോമ്പിനേഷൻ ഫുഡ് ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അതിൻ്റെ ഒരു വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു കുക്കിംഗ് വീഡിയോ എടുക്കുവാണ് തനിച്ച്. ട്രൈപോഡൊന്നും എനിക്കില്ല, വീഡിയോ എടുത്തു തരാൻ ആളില്ല. വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ ലഞ്ചിന്റെ ഒരു കോമ്പിനേഷൻ കാണിക്കുവാണ്. എല്ലാ പ്രോസസ്സിങ്ങും എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആയിട്ടില്ല. ഇതിപ്പോ ഈ കാണിക്കുന്ന സംഭവങ്ങളെല്ലാം കൂടി ചേർത്താ ഇന്നത്തെ ലഞ്ച് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ മെയിൻ കണ്ടന്റ് ഇത് വീട്ടിൽ പിടിച്ച ചീരയാണ്. ആ ചീര വെച്ചുള്ള ചീര സൂപ്പാണ് സംഭവം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതിന്റെ കുക്കിംഗ് പ്രിപ്പറേഷൻ ഞാനൊന്ന് കാണിക്കാം. മറ്റെല്ലാം ഞാൻ കുക്ക് ചെയ്തതിന് ശേഷം കാണിക്കാം. പ്രോസസ്സിങ് കാണിക്കാം, ഓൺ ദി വേ കാണിക്കാം. പിന്നെ ഫ്രഷ് ചൂര മീൻ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയ ചക്ക. പിന്നെ രസം കാച്ചാനായിട്ടാണ് വെളുത്തുള്ളി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈയും കൂടി ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഇന്നത്തെ ലഞ്ചിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം, ഷെയർ ചെയ്യാം. ഞാൻ ഇതിൽ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. എടുക്കുന്ന വീഡിയോ അതുപോലെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നു. മനസ്സിലായോ? അതെ, ഒരു വീഡിയോ ചെയ്യാതിരിക്കുമ്പം മനസ്സിനെന്തോ ഒരു മിസ്സിങ് പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ എടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാം ഓക്കെ ആയി വരുമ്പോൾ ഞാൻ പഴയതുപോലെ നല്ല നല്ല വീഡിയോസുമായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എല്ലാം ഒന്ന് കുക്ക് ചെയ്ത് ഇന്നത്തെ ലഞ്ച് എങ്ങനെയാ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. തനി നാടൻ രീതിയിൽ കുറച്ച് തേങ്ങ, മല്ലി മുളകും സ്വല്പം കൂട്ടി, ഉള്ളി ചേർത്ത്, തക്കാളി ചേർത്തു. പിന്നെ അവസാനം ഉലുവയും കറിവേപ്പിലയും താളിച്ചിറക്കിയ തനിനാടൻ ചൂരക്കറി. ഇനി നമുക്ക് അടുത്ത ഡിഷിലേക്ക് കിടക്കാം. സ്ലോ ആണ് കേട്ടോ. ശരീരം അങ്ങോട്ട് നീങ്ങുന്നില്ല, മനസ്സിനനുസരിച്ച് അങ്ങോട്ട് നീങ്ങുന്നില്ല. എന്നാലും കുഴപ്പമില്ല. അത് നമുക്കിത് ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ക്ഷീണമൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. വല്ലാത്തൊരു സംതൃപ്തി തോന്നും മനസ്സിന്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഡിഷിൽ കാണാം. അപ്പോൾ നമ്മുടെ ചീര ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞാക്കണ്ട കേട്ടോ. ഒരു മീഡിയത്തിനേക്കാൾ കുറച്ചുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്യുക. അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. 2-3 പച്ചമുളക് ഇടുക. ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. ഏറ്റവും ഹെൽത്തിയാണ് കേട്ടോ. ഇത് കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ചീര സൂപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് കാണിക്കുകയാണ്. ഏറ്റവും ഹെൽത്തിയാണ്. അതിൽ നമ്മൾ വേറെ ഒന്നും തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് ചോറിൻ്റെ കൂടെ അതിൻ്റെ ആ ഗ്രേവി ചെറുതായിട്ട് വെള്ളം നിൽക്കണം ലാസ്റ്റ്. ചീരയിൽ നിന്ന് തന്നെ വെള്ളം വരുമല്ലോ, അതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം മതി. നമുക്ക് അപ്പോൾ ഇതിനെ അടച്ചു വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചീര സൂപ്പും റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഒരുപാട് ഓവർ കുക്കാക്കണ്ട കേട്ടോ. പിന്നെ ചീരയ്ക്ക് പലപ്പോഴും പല വേഗ ആയിരിക്കുമല്ലോ. അപ്പം ചില ചീരകൾ പെട്ടെന്ന് വേകും. ഇത് നമ്മൾ വീട്ടിൽ പിടിച്ച ചീര ആയതുകൊണ്ട് പെട്ടെന്ന് വേകും. ഈ ഒരു രീതിയിലിരിക്കണം. കണ്ടോ, ഈ ഇത്ര ഗ്രേവി കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലെ സ്ഥിരം വെക്കുന്ന ഒരു ഐറ്റമാണ് ഈ ചീര സൂപ്പ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കൂട്ടാനും റെഡിയായിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്, കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല തിക്കായി പോകും. അപ്പോൾ ചക്കക്കൂട്ടാൻ റെഡി. ഫിഷ് ഫ്രൈ ഓൺ പ്രോസസ്സിങ്. ഇനി നമുക്ക് രസവും കൂടി മാറ്റാം. അപ്പോൾ നമ്മുടെ രസവും റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ രസം. അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ് ഞാൻ ഈ രസം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് കാണിക്കാം. ഇന്നത്തെ ലഞ്ച് നമുക്ക് എങ്ങനെ ഈ ഒരു കോമ്പിനേഷനിൽ കഴിക്കാം എന്നുള്ളത് കൂടി ഒന്ന് ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഡിഷെന്ന് ഞാൻ പറഞ്ഞ സംഭവങ്ങൾ കേട്ടോ. ഒന്നുമില്ല കേട്ടോ, സാധാരണ നമ്മുടെ കുത്തനരിയുടെ റൈസ്, ഞാൻ പറഞ്ഞ ചീരയുടെ ഉണ്ടോ, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ചീര സൂപ്പ്, പിന്നെ കുറച്ച് ഫിഷ് ഫ്രൈ, നമ്മുടെ സ്വന്തം രസം, പിന്നെ ചക്ക, മീൻകറി, കുറച്ച് ഉപ്പിലിട്ട നെല്ലിക്ക. ഇതെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ പറയുന്നു. അസ്സലാമു അലൈക്കും.